സ്വർണത്തിനോട് ഉള്ള ഭ്രമം. കേന്ദ്ര ബാങ്കുകൾ എന്തിനാണ് സ്വർണം ശേഖരിക്കുന്നത്? ഒരു സ്വർണ ക്യൂബ്. ഇതുവരെ ഖനനം ചെയ്ത എല്ലാ സ്വർണവും ഒരു ക്യൂബാക്കി ഉരുക്കിയാൽ അതിന്റെ ഓരോ വശവും ഏകദേശം 22 മീറ്റർ നീളമുള്ളതായിരിക്കും, ഒരു ക്രിക്കറ്റ് പിച്ചിന്റെ നീളം. കേന്ദ്ര ബാങ്കുകൾ ആ ക്യൂബിന്റെ ഏകദേശം 1/5 ഭാഗം സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വർണം വെറുമൊരു തിളങ്ങുന്ന ലോഹമല്ല, ഇത് സ്ഥിരതയും പരമാധികാരവും പ്രതിനിധീകരിക്കുന്ന ഒരു വിശ്വസനീയമായ ആസ്തിയാണ്. അനിശ്ചിത കാലഘട്ടങ്ങളിൽ രാഷ്ട്രങ്ങൾക്ക് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. ഉദ്ഭവം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലിഡിയൻസ് ഏകദേശം 650 ബിസി പോലുള്ള പുരാതന സംസ്കാരങ്ങൾ സ്വർണത്തെ പ്രോട്ടോമണിയായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഭാരമുള്ള നാണയങ്ങളുടെ സഞ്ചികൾ കൊണ്ടുനടക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇത് പരിഹരിക്കാൻ 17 നൂറ്റാണ്ടിൽ കേന്ദ്ര ബാങ്കുകൾ പേപ്പർ മണി നൽകാൻ തുടങ്ങി. ഇത് ആദ്യമായി ചൈനയിലെ സോങ് രാജവംശം ഉപയോഗിച്ച ആശയമാണ്. ഒരു പുരാതന വാഗ്ദാനം. തിളങ്ങുന്ന സ്വർണത്തിന് പകരം ഒരു കഷണം പേപ്പറിൽ എന്തിനു വിശ്വസിക്കണം? ആളുകളെ ബോധ്യപ്പെടുത്താൻ കേന്ദ്ര ബാങ്കുകൾ ഓരോ നോട്ടും ഒരു നിശ്ചിത അളവ് സ്വർണത്തിന് വിനിമയം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ സംവിധാനത്തെ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിച്ചു. ഇത് പേപ്പർ മണിയെ സ്വർണവുമായി ബന്ധിപ്പിക്കുകയും ബാങ്ക് നോട്ടുകളെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തു. ഇത് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണവുമായുള്ള ദീർഘകാല ബന്ധത്തിന് തുടക്കം കുറിച്ചു. പ്രതിസന്ധിയുടെ തുടക്കം. ഗോൾഡ് സ്റ്റാൻഡേർഡ് അവസാനിച്ചിട്ടും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടർന്നു. വാസ്തവത്തിൽ അവർ കൂടുതൽ വാങ്ങി. എന്തുകൊണ്ട്? കാരണം സ്വർണം ഒരു സുരക്ഷാ ഉപാധി ആയി പ്രവർത്തിക്കുന്നു. 2008 സാമ്പത്തിക പ്രതിസന്ധി പോലുള്ള കഠിന സമയങ്ങളിൽ അസ്ഥിരമായ വിപണികളിൽ നിന്നും വർദ്ധിക്കുന്ന വിലകളിൽ നിന്നും സംരക്ഷണം നൽകാൻ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിലേക്ക് കൂടുതൽ സ്വർണം ചേർത്തു. ഉപരോധ ഭയം. 2022 റഷ്യ-യുക്രൈൻ സംഘർഷം സ്വർണം വാങ്ങുന്നതിന്റെ പുതിയ തരംഗത്തിന് തുടക്കം കുറിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ വിദേശ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചപ്പോൾ പല രാജ്യങ്ങളും അവരുടെ സ്വത്തുകൾ എത്രത്തോളം എളുപ്പത്തിൽ രാഷ്ട്രീയ ഉപരോധം മൂലം ബാധിക്കപ്പെടുന്നുവെന്ന് കണ്ടു. സ്വദേശത്ത് സൂക്ഷിക്കുന്ന സ്വർണം തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം. കാരണം അത് ശിക്ഷാനടപടികളിലൂടെയോ ഉപരോധത്തിലൂടെയോ തടയാനോ വിദേശ സർക്കാരുകൾ നിയന്ത്രിക്കാനോ കഴിയില്ല. നിഷ്പക്ഷ ആസ്തി. ഏറ്റവും പുതിയ സ്വർണപ്പന്തയം അപകടസാധ്യത വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഇത് ഒരു കറൻസിയെ, പ്രത്യേകിച്ച് US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ദേശീയ സമ്പത്ത് സംരക്ഷിക്കാനുമുള്ള തന്ത്രവുമാണ്. പോളണ്ടിന്റെ കേന്ദ്ര ബാങ്ക് ഗവർണർ ഇത് ലളിതമായി വിശദീകരിച്ചു. സ്വർണം ഏറ്റവും സുരക്ഷിതമായ കരുതൽ ആസ്തിയാണ്, കാരണം അത് ഒരു രാജ്യത്തിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല. സ്വർണം ശേഖരിക്കുന്നവരിൽ മുൻനിരക്കാർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വച്ചിരിക്കുന്നു, 8133 ടൺ. തൊട്ടുപിന്നാലെ ജർമ്മനി 3350 ടൺ, ഇറ്റലി 2452 ടൺ.